ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റൂൾ അനാലിസിസ് ആണ്. സ്റ്റൂൾ അനാലിസിസ് അഥവാ ഫീസസ് എക്സാമിനേഷൻ. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്റ്റിനെ ബാധിക്കുന്ന ഏതൊരു അസുഖത്തിൻ്റെയും ഡയഗ്നോസിസിന് സ്റ്റൂൾ സ്പെസിമെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? എന്തൊക്കെ അസുഖങ്ങളാണ് പൊതുവേ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്റ്റിനെ ബാധിക്കുക? ഡയറിയ, ഡിസെൻട്രി, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ബ്ലീഡിങ്, പെപ്റ്റിക് അൾസർ, കാർസിനോമ, പിന്നെ മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോംസ്. ഇതൊക്കെയാണ് പൊതുവായിട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്റ്റിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇല്ലേ? അപ്പോൾ ഇത്തരം അസുഖങ്ങൾ ബാധിച്ചു കഴിയുമ്പോഴത്തേക്കും ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന് നൗസിയ, മറ്റൊന്ന് വൊമിറ്റിംഗ്, നല്ല ഛർദി ഉണ്ടാവും, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഛർദിയാണെങ്കിൽ ഒന്നുകിൽ അത് GITയുടെ ഇൻഫ്ലമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച എന്തെങ്കിലും മരുന്നിൻ്റെ പ്രശ്നം കൊണ്ടാവാം, ചിലപ്പോൾ പ്രഗ്നൻസി ആയിരിക്കാം. പിന്നെ ഈ വൊമിറ്റ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ബ്ലഡ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? GIT ബ്ലീഡിങ് ഉണ്ട്. ഇനി ഡയറിയ ആണെങ്കിൽ ഡയറിയ തന്നെ 2 തരമുണ്ട്. ഒന്ന് അക്യൂട്ടും മറ്റൊന്ന് ക്രോണിക് ഡയറിയയും. ഇപ്പോൾ ഡയറിയ എന്ന് പറഞ്ഞാൽ അതിയായ വയറിളക്കം ആയിരിക്കും, അല്ലേ? ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റൂൾസ്, വാട്ടറി സ്റ്റൂൾസ് ആയിട്ടും പോവും, അല്ലാതെ ലിക്വിഡായിട്ടും പോവും, ഇല്ലേ? ഇപ്പോൾ ഒരു ദിവസം ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ മോഷൻ പാസ് ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഈ അക്യൂട്ട് ഡയറിയയിലാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈമിലാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ഈ ക്രോണിക് ഡയറിയ ആണെങ്കിൽ അതൊരു ലോങ് ടൈമാണ്, അതായത് 1 മാസത്തിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ അക്യൂട്ട് ഡയറിയയുടെ പ്രധാനമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ കണ്ടാമിനേറ്റഡ് ഫുഡായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ കാര്യം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഡയറിയ വരുന്ന അക്യൂട്ട് ഡയറിയ. അതായത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറിളക്കം വരത്തില്ലേ? അപ്പോൾ അതുപോലെ. ഇനി ക്രോണിക് ഡയറിയയുടെ കേസിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം മോഷൻ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഡീഹൈഡ്രേറ്റഡ് ആവും, അല്ലേ? അപ്പോഴത്തേക്കും മെഡിസിൻസിൻ്റെ ഇൻടേക്ക് വേണ്ടി വരും. പിന്നെ ഇത്തരം ക്രോണിക് ആയിട്ടുള്ള ഡയറിയ ഏതൊക്കെ കേസസിലാണ് കാണപ്പെടുന്നത്? കോളൻ ക്യാൻസർ, പിന്നെ മാൽ അബ്സോർപ്ഷൻ, പിന്നെ കഴിക്കുന്ന എന്തെങ്കിലും സർട്ടൺ മെഡിസിൻസിൻ്റെ ഇഷ്യൂ കൊണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്തെങ്കിലും ഇറിറ്റേഷൻ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ ക്രോണിക് ഡയറിയ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ മോഷൻ പാസ് ചെയ്യേ ഇല്ല, അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്താൽ തന്നെയും ഹാർഡ് ആൻഡ് സ്റ്റൂൾസ് ആയിരിക്കും, പാസ് ചെയ്യുന്ന മോഷൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അല്ലേ? ആൻഡ് ദർ വിൽ ബി ഡിഫിക്കൽട്ട് ഇൻ പാസിങ് സ്റ്റൂൾസ്. ഇത് പ്രഗ്നൻസി കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ GITക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും, ട്യൂമേഴ്സൊക്കെ വളരുന്നുണ്ടെങ്കിൽ, പിന്നെ ഡൈവേർട്ടിക്കുലം അല്ലെങ്കിൽ ഹെമറോയിഡ്സ്, പിന്നെ ഏജും ഒരു ഇഷ്യൂ ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിസ്ഫാജിയ. ഡിസ്ഫാജിയ അറിയാമല്ലോ, സ്വോളോയിങ്ങിലുള്ള ബുദ്ധിമുട്ട്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ജോണ്ടിസ് ആണ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ സ്കിന്നിലും പിന്നെ കണ്ണിൻ്റെ വൈറ്റ് പാർട്ടിലൊക്കെ എന്തായിരിക്കും? നല്ല യെല്ലോ ഓറഞ്ച് കളറേഷനൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാറ്റോറിയ. സ്റ്റാറ്റോറിയ എന്ന് പറഞ്ഞാൽ ഈ ഫീസസിൽ ഫാറ്റ് ഉണ്ടാവും, അതായത് ഫീസസൊക്കെ നല്ല പതഞ്ഞ കണക്കൊക്കെ ഇരിക്കും, ഒരു പത പോലെയൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും ഫീസസിലൊക്കെ. പിന്നെ വളരെ ഫൗൾ സ്മെല്ലായിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ഡ്യൂ ടു മാൽ അബ്സോർപ്ഷൻ വിച്ച് റിസൾട്ട്സ് ഫ്രം പാൻക്രിയാറ്റിക് ഡിസീസസ്. ഇനി നമുക്ക് എക്സാമിനേഷൻ ഓഫ് സ്റ്റൂൾ സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സാമ്പിൾ കളക്ഷൻ നടത്തുമ്പോഴത്തേക്കും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രൈ കണ്ടെയ്നറിലാണ് നമ്മൾ ഈ ഫീക്കൽ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിൽ യൂറിനോ വാട്ടറോ ഒന്നും കലരാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അതിൽ ട്രോഫോസോയിറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫീക്കൽ സാമ്പിളിൽ ട്രോഫോസോയിറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്? അതായത് ഈ പാരസൈറ്റ് ഉണ്ടല്ലോ, ഈ പ്രോട്ടോസോവൻ പാരസൈറ്റുകളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഫീഡിങ് ആയിട്ടുള്ള മൾട്ടിപ്ലൈയിങ് സ്റ്റേജിനെയാണ് നമ്മൾ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെ ഈ ഒരു സ്റ്റേജിലായിരിക്കുമ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ ശരീരത്ത് അത് ആക്ടിവേറ്റ് ആവുന്നതും അറ്റാക്ക് ചെയ്യുന്നതും പേഷ്യൻറ്റിൻ്റെ ശരീരം അതിനെതിരെ ഉള്ള സിംറ്റംസ് പേഷ്യൻറ്റിൻ്റെ ശരീരം പുറപ്പെടുവിക്കുന്നതുമൊക്കെ ഈ ഒരു ട്രോഫോസോയിറ്റ് സ്റ്റേജിലാണ്. അതായത് പാരസൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടോസോവൻസിൻ്റെ ട്രോഫോസോയിറ്റ് എന്ന സ്റ്റേജിലാണ് അത് പേഷ്യൻറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ
എന്താണ് സിംറ്റംസ് പുറപ്പെടുവിക്കുന്നത്. സിംറ്റംസ് പുറപ്പെടുവിക്കുമ്പോഴാണല്ലോ എന്തോ രോഗം ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലേ. അപ്പോൾ ഈ ട്രോഫോസോയിറ്റ് ഈ ഫീക്കൽ സാമ്പിൾസിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ യൂറിനോ വാട്ടറോ കലർന്നാൽ എന്താ സംഭവിക്കുക, അത് നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഫീക്കൽ സാമ്പിൾസ് മാത്രമേ അതിൽ അടങ്ങിയിട്ടുള്ളൂ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഐഡിയലി ദ സ്പെസിമെൻ ഷുഡ് ബി ബ്രോട്ട് ടു ദ ലാബ് ആസ് സൂൺ ആസ് ഇറ്റ് ഇസ് പാസ്ഡ് ടു അവോയ്ഡ് ഡിറ്ററേഷൻ of protozoa and alterations of the morphology of protozoa and helminths. അതായത് ഇമോഷൻ പാസ് ചെയ്ത് ഉടനെ തന്നെ അത് സാമ്പിൾ ബോട്ടിലിൽ കളക്ട് ചെയ്ത് അപ്പോൾ തന്നെ ലാബിലേക്ക് എക്സാമിനേഷന് വേണ്ടി എത്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്ന്? ഇല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടോസോവ നശിച്ചു പോകാനും അതിലുള്ള ഈ പ്രോട്ടോസോവയുടെയും ഹെൽമിൻസിൻ്റെയൊക്കെ മോർഫോളജിയിൽ വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഈ കളക്ഷൻ്റെ ഇപ്പോൾ ഡ്രൈ കണ്ടെയ്നറിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഈ ഫീക്കൽ സാമ്പിൾസ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ റെക്ടൽ സ്വാബ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പെസിമെൻ നമ്മൾ ഈ റെക്ടൽ സ്വാബുകൾ ഉപയോഗിച്ചാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു കോട്ടൺ വൂൾ സ്വാബാണ്. ഈ സ്വാബ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ രക്തത്തിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരസി, ഒരു 10 സെക്കൻഡ് ചെറുതായിട്ടൊന്ന് ഉരസി പുറത്തെടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. ഇനി അഡ്ഹസീവ് ടേപ്പ് മെത്തേഡ് ഉണ്ട്. അതാണ് മൂന്നാമത്തേതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഈ അഡ്ഹസീവ് ടേപ്പ് മെത്തേഡ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് ഈ വെർമിക്കുലാരിസിൻ്റെയൊക്കെ എഗ്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏനസിൻ്റെ പാർട്ട് ഉണ്ടല്ലോ, അതിന് ചുറ്റും ഈ ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ സ്കോച്ച് ടേപ്പോ ആണ് പൊതുവേ ഉപയോഗിക്കുന്നത്. അതായത് ക്ലിയർ അഡ്ഹസീവ് ടേപ്പ് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം അവിടെ നിന്ന് ഉരിച്ചെടുക്കും. അപ്പോൾ അതിൽ ഈ വെർമിക്കുലാരിസിൻ്റെ എഗ്സ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അങ്ങനെയാണ് സാമ്പിൾ കളക്ഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ മാക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ഓഫ് ഫീക്കൽ സാമ്പിൾ. അതായത് ഈ സ്റ്റൂൾ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ കളർ, കൺസിസ്റ്റൻസി, അമൗണ്ട്, ദെൻ ഷേപ്പ്, ഓർഡർ ആൻഡ് പ്രസൻസ് ഓഫ് മ്യൂക്കസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നോർമൽ സ്റ്റൂൾസൊക്കെ ദേ ആർ വെൽ ഫോംഡ്. എന്നാൽ ഡയറിയ, ഡിസെൻട്രി ഒക്കെ ഉള്ള കേസസിലാണെങ്കിൽ ഒന്നുകിൽ സെമി സോളിഡ് അല്ലെങ്കിൽ വാട്ടറി ആയിരിക്കും. ആൻഡ് ദിസ് ഹാവ് ബീൻ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഫോംഡ് സ്റ്റൂൾസ്. എന്നാൽ ഈ വാട്ടറി ആയിട്ടുള്ള ഒത്തിരി ലൂസായിട്ട് മോഷൻ പോകുന്ന ആ ഒരു സ്റ്റേജിലൊക്കെയാണ് ഈ ട്രോഫോസോയിറ്റ്, അതിലാണ് കൂടുതലും കാണുന്നത്. ഇനി കളർ പറയുകയാണെങ്കിൽ നോർമൽ അഡൽട്ട് സ്റ്റൂളിൻ്റെ കളർ എന്താണ്? ബ്രൗൺ ആണ്. ആൻഡ് ദാറ്റ് ടു ഡ്യൂ ടു ബൈൽ പിഗ്മെൻറ്റ്സ്. ആൻഡ് ദ കളർ ഓഫ് ദ സ്റ്റൂൾ ഇസ് അഫക്റ്റഡ് ബൈ ദ ടൈപ്പ് ഓഫ് ഫുഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെജീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബീട്രൂട്ടോ ചീരയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ചുവപ്പ് മയമൊക്കെ ചെറുതായിട്ട് ഫീസസിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഇൻഫൻറ്റ് ഫീസസ് ആർ യെല്ലോ ഗ്രീൻ ആൻഡ് സെമി ഫോംഡ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ, കുഞ്ഞു വാവകൾക്കൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ടൈപ്സ് ഓഫ് ഫീസസ് കളർ നമുക്ക് നോക്കാം. അതിപ്പോൾ വാട്ടറിയാണ്, അതായത് ലൈക്ക് റൈസ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊതുവേ കോളറ പേഷ്യൻസിന്, അതായത് വിബ്രിയോ കോളറെ വരുത്തി വയ്ക്കുന്ന കോളറ രോഗമുള്ള പേഷ്യൻസിലാണ് അങ്ങനെ കാണുന്നത്. എന്നാൽ ജോണ്ടിസ് ഉള്ള പേഷ്യൻസിലോ അല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബാരിയം സൾഫേറ്റ് ആ കേസസിലൊക്കെ ആണെങ്കിൽ ക്ലേ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളേർഡ് ആയിരിക്കും മോഷൻ ഉള്ളത്. നെക്സ്റ്റ് ഒരു റെഡിഷ് കളറാണെങ്കിൽ ഈ ലോവർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്രാക്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും ബ്ലഡ് വരുന്ന ഒരവസ്ഥ. ഓക്കെ, ഉള്ളിൽ മുറിവുകൾ ഉണ്ടായിട്ട് അതിൽ കൂടെ ബ്ലഡ് വരുന്ന അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബീട്രൂട്ടോ ചീരയൊക്കെ കഴിക്കാൻ ചെറിയൊരു ചുവപ്പുമായൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബീഫ് കൺസപ്ഷൻ. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഇപ്പോൾ ബ്ലാക്ക് കളറാണെങ്കിൽ ബ്ലീഡിങ് ഫ്രം ദ അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്രാക്റ്റ്, ദാറ്റ് ഇസ് മെലന. പിന്നെ അയൺ, ചാർക്കോൾ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗ്രീൻ, ദാറ്റ് ഇസ് ദ ഇഞ്ചക്ഷൻ ഓഫ് സ്പിനാച്ച്, ആൻറ്റിബയോട്ടിക്സ്. അതായത് നമ്മൾ കഴിക്കുന്ന ഈ പച്ച ചീര ഉണ്ടല്ലോ, അത് ശരിക്കും ദഹിച്ചില്ലെങ്കിൽ അതും പുറന്തള്ളപ്പെടുമ്പോൾ ചെറിയൊരു പച്ച കളറൊക്കെ സ്റ്റൂളിൽ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നോർമലായിട്ടുള്ള സ്റ്റൂളിൽ ബ്ലഡോ മ്യൂക്കസോ പസ്സോ
അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്സ്, പിന്നെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മീറ്റ് ഫൈബേഴ്സ്, ഇതൊന്നും തന്നെ കാണത്തില്ല. പക്ഷേ ഈ അമീബിക് ഡിസെൻട്രി ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റൂൾ എക്സാമിനേഷൻ നടത്തുമ്പോഴത്തേക്കും നമുക്കതിൽ ബ്ലഡിൻ്റെയും മ്യൂക്കസിൻ്റെയും സാന്നിധ്യം കാണാൻ പറ്റും. നമുക്കറിയാം അമീബിക് ഡിസെൻട്രി ഈസ് കോസ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, ഇനി ബാസിലറി ഡിസെൻട്രി ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റൂൾ എക്സാമിനേഷൻ നമ്മൾ നടത്തുമ്പോഴത്തേക്കും അതിൽ ബ്ലഡിൻ്റെയും പസ്സിൻ്റെയും അംശം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ബാസിലറി ഡിസെൻട്രി ഈസ് കോസ്ഡ് ബൈ ഷിഗല്ല, പിന്നെ കൊമ്പൈലോബാക്ടർ അല്ലെങ്കിൽ ഈ കോളൈ. ഇതൊക്കെയാണ് ബാസിലറി ഡിസെൻട്രി എന്ന രോഗം വരുത്തുന്നത്. ഇനി നമ്മൾ ഈ ഡയറിയ ഉള്ള ഒരു പേഷ്യൻറ്റിൽ നമ്മളിതുപോലെ സ്റ്റൂൾ അനാലിസിസ് നടത്തുകയാണ്, അതിൽ ബ്ലഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ എന്താണ്, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഐദർ സാൽമണല്ല ഓർ ഈ കോളൈ അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ഡിഫൈസൽ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പ്, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വെച്ചാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ബോത്ത് 10x ആൻഡ് 4x ഒബ്ജക്റ്റീവ്സിലിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പസ് അഥവാ ല്യൂക്കോസൈഡ്സിൻ്റെ സാന്നിധ്യമാണ് നോക്കുന്നത്. അപ്പോൾ ല്യൂക്കോസൈഡ്സ് ഉണ്ടോ ഇല്ലയോ. ഇപ്പോൾ ലാർജ് നമ്പർ ഓഫ് പസൽസ് കാണുകയാണ്, അതായത് ക്ലംപ്സ് ഓഫ് പസൽസ് കാണുകയാണ്. അതിൽ 50-ൽ കൂടുതൽ സെല്ലുണ്ട്. ഹൈ പവറിലിട്ട് നോക്കുമ്പോൾ 50-ൽ കൂടുതൽ കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു അലോങ് വിത്ത് മാക്രോഫേജസ് ആൻഡ് എറിത്രോസൈറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഷിഗല്ലോസിസ് ഉണ്ട്. പൊതുവേ ഷിഗല്ലോസിസിൻ്റെ കേസസിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതായത് ഒത്തിരി പസ്സെല്ലുകൾ കാണും, അതും 50-ൽ കൂടുതൽ കാണും. മാക്രോഫേജസും എറിത്രോസൈറ്റ്സും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഷിഗല്ലോസിസിലാണ് പൊതുവേ നമ്മളിങ്ങനെ കാണുന്നത്. എന്നാൽ പസ്സൽസ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഈ ഇതുപോലെ ഷിഗല്ലോസിസ് പോലെ 50-ൽ കൂടുതലൊന്നുമില്ല, കുറവാണ്. ഒരു 20 അല്ലെങ്കിൽ 20-ലൊക്കെ താഴെ കുറവാണ്. ആ ഒരു കേസിലാണെങ്കിൽ പൊതുവേ അങ്ങനെ കാണുന്നത്, അതും നമ്മൾ ഹൈ പവർ ഫീൽഡിൽ ആണ് നോക്കുന്നത്. ഓക്കെ, സാൽമണലോസിസിൽ അങ്ങനെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഈ കോളൈ വരുത്തുന്ന ഇൻഫെക്ഷൻസിലും ഈ രീതിയിൽ നമ്മൾ പസൽസ് കാണാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഈ ഈ ക്യാമ്പൈലോബാക്ടറിൻ്റെ സ്പീഷീസൊക്കെ വരുത്തുന്ന ഡയറിയ ഉണ്ടല്ലോ. അപ്പോൾ ക്യാമ്പൈലോബാക്ടറിൻ്റെ അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഡയറിയയിൽ നമുക്ക് ഈ ല്യൂക്കോസൈഡ്സും എറിത്രോസൈഡ്സും ആ സാമ്പിൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ല്യൂക്കോസൈഡ്സും എറിത്രോസൈഡ്സിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ ഈ വൈറൽ ഡയറിയയുടെ കേസായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കോളറ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ കേസസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ല്യൂക്കോസൈഡ്സ് വളരെ കുറവായിരിക്കും. അതായത് ഹൈപ്പർ ഫീൽഡിലിട്ട് നോക്കുമ്പോഴത്തേക്കും 2 മുതൽ 5 സെൽസ് വരെ കാണത്തുള്ളൂ. വെരി ഫ്യൂ ല്യൂക്കോസൈഡ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് RBCs ഉണ്ടോ, പിന്നെ അമീബ, ഫ്ലജല്ലേറ്റ്സ്, എഗ്, ലാർവ, പിന്നെ സിസ്റ്റ്, ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ആ സ്റ്റൂൾ സാമ്പിളിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി പാരസൈറ്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ ഈ സ്റ്റൂൾ എക്സാമിനേഷനിൽ പാരസൈറ്റ്സിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം എക്സാമിനേഷൻ നടത്തുന്നതെന്ന് നോക്കാം. പൊതുവേ നമ്മൾ നോർമൽ സലൈൻ ഉപയോഗിച്ചാണ് ഈ റൊട്ടീനായിട്ടുള്ള സ്റ്റൂൾ എക്സാമിനേഷനിലൊക്കെ നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ടു ഡിറ്റക്റ്റ് വർംസ്, അതിൻ്റെ എഗ്സ്, ലാർവേ, പിന്നെ പ്രോട്ടോസോവൻ ട്രോഫോസോയിറ്റ്, പിന്നെ സിസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ഇതിന് പുറമെ RBCസും WBCസും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസും റിവീൽ ചെയ്യാൻ സലൈൻ ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് അയഡിൻ്റെ യൂസേജാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു എക്സാമിൻ ദ ന്യൂക്ലിയർ ഓഫ് സിസ്റ്റ് ആൻഡ് ടു സ്റ്റെയിൻ ദ ഗ്ലൈക്കജൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് using of eosin 1%, and this provides a pink background and that will help to clear the unstained objects. ഓക്കെ, ഈ അൺസ്റ്റെയിൻഡ് ഒബ്ജക്ട്സ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാനും അതൊരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് എടുത്ത് കാണാനായിട്ട് ഇയോസിൻ 1%ൻ്റെ യൂസേജ് സഹായിക്കും. നെക്സ്റ്റ് ഇസ് കെമിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. pH 7 to 7.5 ആണ് നോർമൽ pH എന്ന് പറയുന്നത്, സ്റ്റൂൾ pH. പിന്നെ ഈ അമീബിക് ഡിസെൻട്രിയുടെ കേസസിലാണെങ്കിൽ ദ pH ഓഫ് സ്റ്റൂൾസ് ഈസ് അസിഡിക്. ഇനി ബാസിലറി ഡിസെൻട്രിയുടെ കേസാണെങ്കിൽ
pH of stool is alkaline. Okay. And next one is occult blood. ഒക്കൾട്ട് ബ്ലഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കേസ്, അതായത് പലതരത്തിലുള്ള അസുഖങ്ങളിൽ ഈ ഒക്കൾട്ട് ബ്ലഡിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് മാലിഗ്നൻസി ഓഫ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്ട്. അപ്പോൾ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കേട്ടുള്ള ടേമാണല്ലോ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ? ശരീരത്തിൽ നടക്കുന്ന അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്തിനെയാണ് നമ്മൾ മാലിഗ്നൻസി എന്ന് പറയുക, അല്ലേ? അൺകൺട്രോളബിൾ ആയിട്ടുള്ള അബ്നോർമൽ സെൽ ഗ്രോത്ത്. അതും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് നടക്കുക, ഇല്ല. ഇത് ഒരു സ്ഥലത്തിരുന്ന് ഈ അബ്നോർമൽ സെൽ ഗ്രോത്ത് ഇങ്ങനെ സംഭവിച്ച് എന്നിട്ട് ശരീരം ഫുൾ അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും, അല്ലേ? ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മാലിഗ്നൻസി എന്ന് പറയുക. ഓക്കെ. അപ്പോൾ മാലിഗ്നൻസി ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്ട്, അതായത് കോളൻ, റെക്ടം, സ്റ്റൊമക്ക്, ഇതൊക്കെ ഇതിൽ വരും. ആൻഡ് നെക്സ്റ്റ് ഇസ് റെഡ്യൂസിങ് ഫാക്ടേഴ്സ്. മോണോ ഷുഗർ ആൻഡ് ഡൈ ഷുഗർ, the level in stool is 0.25 mg per deciliter. Any increase in that level indicate disturbance in enzymes that digest sugar. അതായത് ലാക്ടേസ്, സൂക്രേസ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും റെഡ്യൂസിങ് ഫാക്ടേഴ്സിൻ്റെ ടെസ്റ്റും നടത്തണം. അപ്പോൾ ഈ റെഡ്യൂസിങ് ഫാക്ടേഴ്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 0.25 mg per ഡെസിലിറ്റർ ആണ്. അതിൽ കൂടുതലാണ് ഈ റെഡ്യൂസിങ് ഫാക്ടേഴ്സിൻ്റെ ലെവലെങ്കിൽ, നമ്മൾ ഈ സ്റ്റൂൾ എക്സാമിനേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ എന്താണ്? ഈ ഷുഗേഴ്സ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകളുടെ അളവിൽ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അത് കൂടുതലാണെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്നും കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റൂൾ കൾച്ചറിങ് ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റൂൾ കൾച്ചറിങ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ബാക്ടീരിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബാക്ടീരിയ കോസിങ് ഇൻഫെക്ഷൻ ആണോ, ഏത് ബാക്ടീരിയയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാൻ കാരണമായത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൂൾ കൾച്ചറിങ് നടത്തുന്നത്, അല്ലേ? നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കൾച്ചർ മീഡിയയെക്കുറിച്ചാണ്. ഫസ്റ്റ് വൺ ഇസ് മെക്കോങ്കീസ് അഗാർ. മെക്കോങ്കീസ് അഗാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഇൻഹിബിറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് ആൻഡ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയും ഏത് ബാക്ടീരിയ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയും പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് ഈ മെക്കോങ്കീസ് അഗാർ മീഡിയത്തിൽ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയ ഉപകാരമായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഗ്രാം പോസിറ്റീവായിട്ടുള്ള ഓർഗാനിസത്തെ എല്ലാം ഇത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഗ്രാം പോസിറ്റീവായിട്ടുള്ള ഓർഗാനിസത്തിനെല്ലാം പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇതൊന്നും അല്ല ഈ ഒരു പേഷ്യൻറ്റിന് ഈ അസുഖം വരാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയാണ് ചിന്തിക്കും? പിന്നെ നമ്മൾ നേരെ ചിന്തിക്കുന്ന ഗ്രാം നെഗറ്റീവായിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രോഗനിർണയത്തിന് ഇത് സഹായിക്കും. നെക്സ്റ്റ് വൺ സൈലോസ് ലൈസിൻ ഡിഓക്സികോളേറ്റ് അഗാർ, അതായത് XLD. ഇത് വളരെ സെലക്റ്റീവായിട്ടുള്ളൊരു മീഡിയമാണ്. അതായത് ഈ സാൽമണെല്ല, ഷിഗല്ല, ഇതൊക്കെ ഫീക്കൽ സാമ്പിൾസിൽ നിന്നും സാൽമണെല്ലയും ഷിഗല്ലയും ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ ഈ ഒരു അഗാർ ഉപയോഗിക്കുന്നത്. ഏത്? XLD, ദാറ്റ് ഈസ് സൈലോസ് ലൈസിൻ ഡിഓക്സികോളേറ്റ് അഗാർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് TCBS അഗാർ. TCBS അഗാർ എന്ന് പറഞ്ഞാൽ എന്താണ്? തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സുക്രോസ് അഗാർ. ഓക്കെ, അപ്പോൾ ഈ കോളറ സംശയിക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റൂൾ കൾച്ചറിങ്ങിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഈ TCBS അഗാറാണ്. നെക്സ്റ്റ് വൺ ഇസ് സോർബിറ്റോൾ മെക്കോങ്കീസ് അഗാർ. അപ്പോൾ പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കോങ്കീസ് അഗാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനും നോ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സും തിരിച്ചറിയാൻ സഹായിക്കും എന്ന് പറഞ്ഞു, വേർതിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ പേരിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, സോർബിറ്റോൾ മെക്കോങ്കീസ് അഗാർ. പൊതുവേ മെക്കോങ്കീസ് അഗാറിൽ ലാക്ടോസ് ആണ് ഉള്ളത്, പക്ഷേ ഇവിടെ സോർബിറ്റോളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കോളൈ O157H7 ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ കോളയുടെ ഒരു വേരിയൻ്റാണ് ഇത്. സാധാ ഈ കോളൈ അല്ല, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഈ കോളൈ വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കോളൈ O157H7. അപ്പോൾ ഈ ഒരു ഈ ഒരു ബാക്ടീരിയനെയാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് രോഗം വരാൻ കാരണം ഈ കോളൈ O157
H7 ആണെങ്കിൽ നമ്മൾ ഈ മീഡിയത്തിലേക്ക് അതിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് കളർലെസ് കോളനീസ്. എന്തുകൊണ്ടാണ് കളർലെസ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഫെർമെൻറ്റ് സോർബിറ്റോൾ. So this medium is very useful for screening E. coli O157H7. E. coli O157H7 എന്ന് പറയുന്നത് ഒരു ഷിഗ ടോക്സിൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള E. coli ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു E. coli വേരിയൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് കോസസ് സിവിയർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ഇൽനെസ് ഇൻക്ലൂഡിങ് ബ്ലഡി ഡയറിയ. അതായത് കടുത്ത വയറിളക്കമായിരിക്കും, അതിൽ കൂടെ ശരിക്കും രക്തവും പോവും. ആൻഡ് ഇൻ സം കേസസ് കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാക്കാൻ ഇതിന് കെൽപ്പുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഷിഗ ടോക്സിൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഡാമേജസ് ദ ഇൻറ്റസ്റ്റീനൽ ലൈനിങ്സ്. ഓക്കെ, ഇൻറ്റസ്റ്റീനൽ ലൈനിങ്സിന് ഡാമേജ് വരുത്താനുള്ള കെൽപ്പ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഷിഗ ടോക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ മറ്റ് ഓർഗൻസിനും ഒത്തിരി കേടുപാടുകൾ വരുത്താനും അതിനെ അഫക്റ്റ് ചെയ്യാനും അതിനെ നശിപ്പിക്കാനുമുള്ള കെൽപ്പ് ഈ ഷിഗ ടോക്സിന് ഉണ്ട്. പൊതുവേ നോക്കുകയാണെങ്കിൽ E. coli O157H7 എന്ന് പറയുന്നത് ഒരു ഫുഡ് ബോൺ പാത്തജനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പച്ച പാല് കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റൊക്കെ ഉണ്ടല്ലോ, നേരാമണ്ണം വേകാത്ത അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് ഈ ഒരു പാത്തജൻ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നത്. ഓക്കെ, E. coliയുടെ ഈ ഒരു വേരിയൻ്റ്, ദാറ്റ് ഈസ് E. coli O157H7 നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നത്. ഇത് കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയും പിന്നെ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റ് വഴിയും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താണ് ഈ 157H7 എന്ന് പറയുന്നത്? അപ്പോൾ ഈ O157H7 നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് O മീൻസ് സൊമാറ്റിക്, H മീൻസ് ഫ്ലജല്ലാർ. ഓക്കെ, ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ O എന്ന് പറയുന്നത് സൊമാറ്റിക് ആണ്. O157H ഫ്ലജല്ലാറാണ്. H7 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബാക്ടീരിയയുടെ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സർഫസ് ആൻറ്റിജൻസിൻ്റെ ബേസിസിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സെയിം ആയിട്ടുള്ള സർഫസ് ആൻറ്റിജൻസ് ഉള്ള ബാക്ടീരിയയും വൈറസും എല്ലാം ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നതിനാണ് നമ്മൾ സിറോ ടൈപ്പിംഗ് എന്ന് പറയുക. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുക? സിറോ ടൈപ്പിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരം ബാക്ടീരിയനെയും വൈറസിനെയൊക്കെ അതിൻ്റെ സർഫസ് ആൻറ്റിജൻസ്, സെയിം സർഫസ് ആൻറ്റിജൻസിനുള്ള ബാക്ടീരിയ വൈറസിനെയെല്ലാം നമ്മളൊരു സെയിം ഗ്രൂപ്പിലോട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സിമിലർ ആയിട്ടുള്ള, ദാറ്റ് ഇസ് ഷെയർഡ് സർഫസ് ആൻറ്റിജൻസ് ഉള്ള ബാക്ടീരിയയും വൈറസും എല്ലാം ഒരു ഗ്രൂപ്പ്. അപ്പോൾ അത്തരം ഡിവിഷനെയാണ് നമ്മൾ സിറോ ടൈപ്പിംഗ് എന്ന് പറയുക. അപ്പോൾ അത്തരം സിറോ ടൈപ്പിംഗ് മെത്തേഡിലൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഒരു വേരിയൻ്റാണ് E. coli O157H7 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത്തരം ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇത്തരം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന ബയോടെക്നോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും പിന്നെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ അഥവാ ELISA മെത്തേഡ് കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം സിറോ ടൈപ്പിംഗ് അഥവാ ഇത്തരം ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ O പറഞ്ഞു, H പറഞ്ഞു. H എന്ന് നമ്മൾ പറഞ്ഞു ഫ്ലജല്ലാർ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഫ്ലജല്ലാർ എന്ന് പറഞ്ഞാൽ? ഈ കൊളയുടെ ബോഡിയിലുള്ള ഫ്ലജല്ല ഉണ്ടല്ലോ, അതായത് ടെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ആ ടെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ, അതിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഫ്ലജല്ലാർ H എന്ന് പറയുന്നത് ആ പ്രോട്ടീനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി O എന്ന് പറയുന്നത് എന്താണ്? ഈ ബാക്ടീരിയയുടെ ശരീരത്തിനുള്ളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിജനെയാണ് നമ്മൾ O എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Oയും Hഉം എന്താണെന്ന് മനസ്സിലായാലോ? O എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയുടെ ശരീരത്തിനുള്ളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിജനും H എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയുടെ ശരീരത്തിലുള്ള ഫ്ലജല്ല ഉണ്ടല്ലോ, ടെയിൽ ലൈക്ക് സ്ട്രക്ചർ, അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീനെയാണ് അങ്ങനെ പറയുന്നത്. E. coli O157H7 എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നടുക്കായിട്ട് ഒരു കോളൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് കോളൻ കൊടുത്തിരിക്കുന്നത്? കാരണം നമ്മളിവിടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയൽ സർഫസ് ആൻറ്റിജൻസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഒന്ന് സൊമാറ്റിക്കും മറ്റൊന്ന് ഫ്ലജല്ലാറും, അതായത് O ആൻറ്റിജൻ ആൻഡ് H ആൻറ്റിജൻ. അതുകൊണ്ടാണ് അതിന് മിഡിലായിട്ട് കോളൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൾച്ചറിങ് ഓഫ് സാമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പിൾ എടുത്ത് നമ്മളതിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ആ സാമ്പിൾ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? എന്താണ്? അതിൻ്റെ കളറ്, പിന്നെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, അതിലെന്തെങ്കിലും രക്തം പുരണ്ടിട്ടുണ്ടോ, ഓക്കെ, പിന്നെ വാട്ടറി ആണോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമല്ലേ? അതൊക്കെ മാക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കൾച്ചർ മീഡിയം പ്രിപ്പയർ ചെയ്തിട്ട് ഈ സ്റ്റൂൾ സ്പെസിമെനിൽ നിന്ന് ഒരു ചെറിയ അംശമെടുത്ത് ഈ കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയം, ഈ ഒരു സാമ്പിൾ കൾച്ചർ ചെയ്യാൻ പറ്റിയ ഒരു സ്യൂട്ടബിൾ മീഡിയം ഏതായിരിക്കും. ഈ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സാമിനേഷനൊക്കെ നടത്തി കൾച്ചർ ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഏത് മൈക്രോബിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഈ ഒരു പേഷ്യൻറ്റിന് ഇത്തരം അസുഖങ്ങൾ വന്നത്, ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടായത് ഏത് മൈക്രോബിയൽ ആക്ടിവിറ്റി കൊണ്ടാണെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, കണ്ടെത്തിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ആൻറ്റിബയോഗ്രാം ഷുഡ് ബി ഡൺ. അതായത് ഈ ഒരു ഈ കൾച്ചർ മീഡിയം ഉണ്ടല്ലോ, കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ ഈ സാമ്പിൾ ആഡ് ചെയ്തു, കൾച്ചർ ചെയ്തു, ആ മൈക്രോബിനെ നമ്മൾ വളർത്തിയെടുത്തു, നമ്മൾ കണ്ടെത്തി ഈ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒത്തിരി കോളനീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ കോളനീസിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റി മൈക്രോബിയൽസ് ആഡ് ചെയ്യുക. ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത് 4 തരമുണ്ട്. ഏതൊക്കെയാണ് 4 തരം? ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽസ്, ആൻറ്റിവൈറൽസ്, ആൻറ്റി പാരസൈറ്റിക്സ് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഒരു ബാക്ടീരിയ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് അപ്ലൈ ചെയ്യുക, നമ്മൾ കണ്ടെത്തിയത് ഒരു ഫംഗൈ ആണെങ്കിൽ ആൻറ്റി ഫംഗൽസ് അപ്ലൈ ചെയ്യുക, പിന്നെ നമ്മൾ കണ്ടെത്തിയത് ഒരു വൈറസ് ആണെങ്കിൽ ആൻറ്റിവൈറസ് അപ്ലൈ ചെയ്യുക, ഒരു പാരസൈറ്റിനെയാണ് നമ്മൾ കൾച്ചർ ചെയ്ത് കണ്ടെത്തിയതെങ്കിൽ ആൻറ്റി പാരസൈറ്റിക്സ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്ടീരിയയുടെ കേസിൽ വെച്ച് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൾച്ചർ ചെയ്ത് കണ്ടുപിടിച്ചത് ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന അസുഖമാണ്, അങ്ങനെയാണ് പേഷ്യൻറ്റിന് ഇത്തരം കോംപ്ലിക്കേഷൻസ് വന്നതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് 2-3 വ്യത്യസ്ത ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഈ കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളതിനെ നിരീക്ഷിക്കും. ഈ അപ്ലൈ ചെയ്ത മരുന്നുകളിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ആൻറ്റിബയോട്ടിക്സിൽ ഏത് മരുന്നുമായിട്ടാണ് ഈ ഒരു മൈക്രോബ് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്, ഏതൊരു മരുന്നിൻ്റെ ആക്ഷൻ കൊണ്ടാണ് കൂടുതലായും ഇത് നശിച്ചു പോകുന്നത്, ഇതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആവുന്നത് എന്നൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് നമ്മൾ റിപ്പോർട്ടിൽ ഏത് മരുന്ന് അപ്ലൈ ചെയ്തപ്പോഴാണോ ഇതിൻ്റെ ഡീറ്ററേഷൻ നമ്മൾ കണ്ടതെന്നുള്ളത് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിൽ അത് ഉപയോഗപ്പെടുത്തും. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രിസർവേറ്റീവ്സ് ഓഫ് സ്റ്റൂൾ. ഇനി ഒരു വെറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം തരം പ്രിസർവേറ്റീവ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 10% saline formalin for wet preparation, and this is the best preservative since it kills bacteria and preserves protozoa and helminths. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൂൾ സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ നശിപ്പിക്കുകയും പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോസോവയും ഹെൽമിന്തിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് 10% സലൈൻ ഫോർമാലിൻ ഇസ് ദ ബെസ്റ്റ് പ്രിസർവേറ്റീവ്. എന്നാൽ ഇനി അയഡിൻ ഫോർമാലിൻ ഉണ്ട്, അതും വളരെ നല്ലൊരു പ്രിസർവേറ്റീവ് തന്നെയാണ്. പിന്നെ സ്റ്റെയിനിങ്ങിനായിട്ട് പോളിവിനൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. എന്നാൽ സ്റ്റൂൾ കൾച്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുക, തീർത്തും അത് അവോയ്ഡ് ചെയ്യുക. യൂഷ്വലി ഇതുപോലെ സ്റ്റൂളിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ 1 ഭാഗം സ്റ്റൂളും 3 ഭാഗം പ്രിസർവേറ്റീവ്സും ആയിരിക്കണം. അതായത് 3:1 എന്ന റേഷ്യോയിലായിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ.